അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കാൻ. ദറബ പ്ലസ് ഹു. ദറബൻ്റെ കൂടെ ലമീർ ചേർക്കുകയാണ്. അപ്പോൾ ദറബഹു. അവൻ അവനെ അടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ അടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അവനെ അടിച്ചു, അല്ലെങ്കിൽ അവൻ അദ്ദേഹത്തെ അടിച്ചു. എങ്ങനെ വേണമെങ്കിലും പറയാം. ദറബഹു. ദറബ അവൻ അടിച്ചു. അതിൻ്റെ കൂടെ ഒരു ലമീർ ആഡ് ചെയ്താൽ ആ ലമീർ എന്താണ്? ആരെ അടിച്ചു? അദ്ദേഹത്തെ അടിച്ചു, അല്ലെങ്കിൽ അവനെ അടിച്ചു. അപ്പോൾ അതെന്താ? മഫ്ഊലുൻ ബിഹി മൻസൂബ്. ലറബത്ത് അവൾ അടിച്ചു, ഹു അവനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ. അപ്പോൾ ലറബത്ത് ഹു അവൾ അദ്ദേഹത്തെ അടിച്ചു. അപ്പോൾ ഹു മഫ്ഊലുൻ ബിഹി മൻസൂബ്. ലറബ ഫീൽ, താൻ്റെ മുകളിൽ സുക്കൂൻ, സ്ത്രീൻ്റെ അടയാളം. അത് ഫായിലല്ല, ഫായിൽ മുസ്തത്തിറാണ് ലറബയിലും ലറബത്തിലും. ലറബയിൽ അവൻ, ലറബത്തിൽ അവൾ. പിന്നെ ലറബ്ത പ്ലസ് ഹു, നീ അടിച്ചു അദ്ദേഹത്തെ. അപ്പോൾ ലറബ്തഹു. ലറബ്തഹു നീ അടിച്ചു അദ്ദേഹത്തെ. പുരുഷൻ, അതായത് പുരുഷനോട് പറയാണ് നീ അടിച്ചു. ലറബ്തി പ്ലസ് ഹു, സ്ത്രീയാണ്, നീ അടിച്ചു. ലറബ്തിഹു നീ അവളെ അടിച്ചു, സ്ത്രീയോട്. ലറബ്തു ഞാൻ അടിച്ചു പ്ലസ് ഹു അദ്ദേഹത്തെ. അപ്പോൾ ലറബ്തുഹു ഞാൻ അദ്ദേഹത്തെ അടിച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ബഹുവചനം വരുമ്പം ലറബ്തും നിങ്ങളെല്ലാവരും അടിച്ചു, അതിൻ്റെ കൂടെ ലമീർ ചേർത്തിയാൽ, ഹു ചേർത്തിയാൽ എന്ത് ചെയ്യണം? ആ ലറബ്തുമിൻ്റെ മുകളിൽ സുക്കൂനിൻ്റെ മുകളിൽ ലമ്മത്താക്കിയിട്ട് അതിന് ശേഷം ഒരു വാവ് ഇടണം. അപ്പോൾ ലറബ്തും പ്ലസ് വാ പ്ലസ് ഹു എന്നാ വരാം. വാ ചേർക്കണം, എന്നിട്ട് മീമിൻ്റെ മുകളിൽ ലമ്മത്താക്കണം. അപ്പോൾ എന്താവും? ലറബ്തുമൂഹു. അപ്പോൾ ബഹുവചനം നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ അടിച്ചു എന്ന് പറയണമെങ്കിൽ മീമിൻ്റെ മുകളിൽ ലമ്മത്താക്കണം, ഒരു വാവ് ചേർക്കുകയും വേണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. ഇനി ഐന ത്വാലിബുൽ ജദീദു, പുതിയ വിദ്യാർത്ഥി എവിടെ? അറഅയ്തുമൂഹു നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ കണ്ടോ? കണ്ടോ? ബഹുവചനം വന്നു. റഅയ്തുമു ബഹുവചനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ലമീർ ചേർത്തു, ഹു. അപ്പം വാവും ചേർത്തണം. അറഅയ്തുമൂഹു നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ കണ്ടോ? ഈ റഅ യറ നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പഠിക്കും, അതിൻ്റെ ഫീലും അതിൻ്റെ സർഫും. ഐനൽ ഹയ്യത്തു പാമ്പ് എവിടെ? ആ കത്തൽത്തുമൂഹ നിങ്ങളെല്ലാവരും അതിനെ കൊന്നോ? കത്തല കത്തല കത്തലു എന്ന് പറഞ്ഞിട്ട് കത്തൽത്തും. ആ കത്തൽത്തുമിൻ്റെ കൂടെ ലമീർ ചേർക്കണമെങ്കിൽ എന്തിനെ കൊന്നു? നിങ്ങളെല്ലാവരും എന്തിനെ കൊന്നു എന്ന് പറയുന്ന ആഹ. എന്തുകൊണ്ടാണ് ഹാ? ഹയ്യത്ത് പാമ്പ് പെണ്ണാണ്, സ്ത്രീലിംഗാണ്, മുഅന്നസാണ്. അപ്പോൾ എന്തിനെ കൊന്നു? കത്തൽത്തും ഹ, അതിനെ കൊന്നു. അപ്പോൾ കത്തൽത്തും ഹ എന്ന് ചേർത്ത് എഴുതണമെങ്കിൽ ആ മീമിൻ്റെ മുകളിൽ സുക്കൂന് പോയിട്ട് ലമ്മത്താവും, പിന്നെ വാവ് ചേർക്കണം. അപ്പോൾ ആ കത്തൽത്തുമൂഹ. അങ്ങനെയാണ് ബഹുവചനം എഴുതുക. ഹാസ ദർസു സഹലുൻ, ഈ പാഠം എളുപ്പമുള്ളതാണ്. ആ ഫഹിംതുമൂഹു നിങ്ങളെല്ലാവരും അത് മനസ്സിലായോ? അപ്പോൾ ആ ഫഹിംതുമൂഹു, ഫഹിംതും ആ സുക്കൂൻ പോയി, ഫഹിംതുമു ലമ്മത്ത് വന്നു, പിന്നെ വാവ് വന്നു, പിന്നെ ലമീർ ചേർക്കുക. അപ്പോൾ ആ ഫഹിംതുമൂഹു ബഹുവചനാകുമ്പോൾ അങ്ങനെ വരാം. ഐനൽ മുദർരിസൂന അധ്യാപകർ എവിടെ? അറഅയ്തുമൂഹും. അപ്പോൾ ലമീർ ഹുമ്മ് ചേർക്കണം. അപ്പോൾ മീമിൻ്റെ മുകളിൽ ലമ്മത്തിട. റഅയ്തും എന്നുള്ള സുക്കൂന് പോയിട്ട് റഅയ്തുമു, എന്നിട്ട് വാവ് ചേർക്കും. റഅയ്തുമൂഹും നിങ്ങളെല്ലാവരും അവരെ കണ്ടോ, അതായത് അധ്യാപകരെ കണ്ടോ. ഇനി അടുത്തത് നോക്കൂ, അതങ്ങനെ ചെയ്യണം. റഅയ്തും പ്ലസ് ഹും റഅയ്തുമൂഹും. ഫഹിംതും പ്ലസ് ഹ ഫഹിംതുമൂഹ. ഗസൽത്തി പ്ലസ് ഹു, ഇത് ബഹുവചനമല്ല. അപ്പോൾ എങ്ങനെ വരാം? ഗസൽത്തി. ഹു എന്ന് ഉച്ചരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഗസൽത്തി എന്നായതുകൊണ്ട്, താക്ക് ശേഷം കസറായതുകൊണ്ട് ഗസൽത്തിഹി, നീ അദ്ദേഹത്തെ കഴുകി അല്ലെങ്കിൽ കുളിപ്പിച്ചു. അപ്പോൾ ഗസൽത്തിഹി. അടുത്ത നോക്കൂ, വജത്തു
അപ്പോൾ തു ആണ് ലമ്മത്താണ്. അപ്പോൾ ഹൂ എന്താക്കുക, ലമ്മത്ത് എന്നാക്കുക, ഉച്ചാരണത്തിന് എളുപ്പമാക്കാൻ. അപ്പോൾ വജത്തുഹു, ഞാൻ കണ്ടു അവളെ ഞാൻ കണ്ടു. വജദ എന്ന് പറഞ്ഞാൽ അവൻ കണ്ടു, വജത്തു ഞാൻ കണ്ടു, പ്ലസ് ഹ വജത്തുഹ. ഇത് ജമ്മല്ലാത്തതുകൊണ്ട് ബഹുവചനമല്ലാത്തതുകൊണ്ട് വാവൊന്നും ചേർക്കണ്ട. നേരത്തെ വായിച്ചത് ഗസൽത്തി എന്ന് കസറായതുകൊണ്ട് ഉച്ചാരണത്തിനാണ് ഹൂ എന്നുള്ള മബനീന ഉച്ചാരണത്തിന് വേണ്ടി മാത്രമാണ് ഹീന്നാക്കിയിട്ട് ഗസൽത്തി ഹീന്നാക്കിയത്. ഇനി അടുത്ത് നോക്കൂ, കതൽത്തും പ്ലസ് ഹ. അപ്പോൾ കതൽത്തുമൂഹ ബഹുവചനാണ്. അപ്പോൾ മീമിൻ്റെ മുകളിൽ സുക്കൂൻ പോയിട്ട് ലമ്മത്താവും, വാവ് ചേർക്കണം. കതൽത്തുമൂഹ. അടുത്തതും അങ്ങനെ തന്നെ, സമീത്തുമൂഹ, നിങ്ങളെല്ലാവരും അവളെ കേട്ടു. സമീത്തുമൂഹ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അത് കേട്ടു. ബാറക്കല്ലാഹു ഫീക്കും.